കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ அகங்காரத்தின் முழு உருவம் என்று சிபிஎம் மாவட்ட செயலாளர் சி வி வர்கீஸ் கவர்னருக்கு எதிராக போராட்டம் அறிவித்ததை தொடர்ந்து இடுக்கி மக்களுக்கு சவால் விடுக்கும் விதத்தில் இவர் அன்றைய தினம் மாவட்டத்திற்கு வருகிறார். அன்றைய தினம் அறிவித்துள்ள ஹர்த்தாலும் ராஜ்பவன் மார்ச்சும் வெற்றியடைய செய்ய வைக்க வேண்டும் என்றும் சி வி வர்கீஸ் கேட்டுக்கொண்டுள்ளார். ഈ സമരത്തിൻ്റെ പ്രഖ്യാപനം സംബന്ധിച്ച് ജനുവരി നടത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭരണാധികാരിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ധിക്കാരത്തിൻ്റെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ ജനുവരി 9 തന്നെ അദ്ദേഹം ഇടുക്കി ജില്ലയിലേക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാം കൊടുത്ത് ഈ ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കുറേ കൂടെ ശക്തമായ ജനകീയ സമരമായി ഉയർന്നു വരണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലാ ഹർത്താലും ജനുവരി 9 രാജ്ഭവൻ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ മാർച്ചും അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ ഹർത്താൽ വിജയിപ്പിച്ച് ഈ നാടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കപ്പെടേണ്ട, ഈ നാടിൻ്റെ പുതിയ വികസന രംഗത്തിന് പന്താവ് തുറക്കേണ്ട, ഈ നാടിൻ്റെ മാനവികതയുടെയും പുരോഗതിയെ അടിസ്ഥാനമായി മാറേണ്ട ഈ ഭൂവിനിയോഗ നിയമ ബില്ല് ഒപ്പിടാത്ത ഏകാധിപതിയായ ധിക്കാരിയായ ഗവർണർക്കെതിരായി സംഘടിപ്പിക്കുന്ന ഈ ജനകീയ പോരാട്ടത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.